പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സ്കിറ്റ് എന്നത് ആർക്കും ഒരു പുത്തരിയല്ല. എന്നാൽ നമ്മുടെ ബാച്ചിൽ ഇത് ആദ്യമായാണ്. ഇതിൻ്റെ ആശയം, തിരക്കഥ, സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷീജ ഉല്ലാസ്. ഇതിലെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ കദിസുമ, രതി സന്തോഷ്, കൗസുചോത്തി, മണി ഉണ്ണികൃഷ്ണൻ, വീരാൻ, ഷീജ ഉല്ലാസ്, സൂറ, ലതാരാജ്, നസി, ഉഷ സുഭാഷ്, മേരി ടീച്ചർ, രാധ കൃഷ്ണൻകുട്ടി. ശബ്ദമിശ്രണം, പശ്ചാത്തല സംഗീതം, മറ്റു സാങ്കേതിക സഹായം നൽകിയത് അമീർ ലുക്ക് മൂന്നുവീടുക. വരുന്നുണ്ട്. ഇന്നിനി എന്തിനാണാവ വരവ്? അടയ്ക്കാണോ വീട്ടിലാണോ എന്തോ? ആ കൗസുചോത്തിയാ? എന്താ കൗസുചോത്തിക്ക് വേണ്ടിയത്? അടയ്ക്കേ പറ്റില്ലേ? അതെന്താ കദിസുമ അങ്ങനെ പറയണത്? എനിക്ക് നിങ്ങളെ കാണാൻ വന്നൂടെ? അല്ല, നിങ്ങളുടെ മരോളെവിടെ? ഓള് കുളിക്കാനും നനയ്ക്കാനും ആ തോട്ടുംകരയിലേക്ക് പോയിക്കണ്. മണിക്കൂർ 2 ഇവിടെ ഈ തള്ളക്ക് ഒരിറ്റ് കഞ്ഞീന്റെ വെള്ളം കിട്ടണമെങ്കിൽ ഓള് വരണം. അതെങ്ങനെയാ? എൻ്റെ അടുത്ത് അവളും പോയിട്ടുണ്ട് തോട്ടിൻകരയിലേക്ക്. അപ്പോ പിന്നെ ഇപ്പോഴൊന്നും നോക്കണ്ട. നമ്മള് പറഞ്ഞ വല്ലതും കേക്കോ ഉമ്മാരെ? ഇത്തിരി മുറുക്കാൻ വാങ്ങിത്തരാൻ ഞാൻ എൻ്റെ മോനോട് പറഞ്ഞപ്പോ അവള് പറയാ, മുറുക്കാനൊന്നും വാങ്ങണ്ട, വാങ്ങിയാല് ക്യാൻസർ വരൂത്രേ. അത് പറഞ്ഞപ്പോളാ ഇച്ചിരി അടക്കി 2 വെറ്റിലെന്തായോ അവിടെ വാങ്ങുമ്പോ തിരിച്ചു തരാം ഉമ്മാരെ. ഞാനത് മുന്നേ കണ്ടേക്കണ്. അതെ, എന്റെ അടക്കിയും വെറ്റിലും ഒക്കെ കഴിഞ്ഞേക്കണ്. ഇന്ന് ബീരാനോട് പറഞ്ഞിട്ടുണ്ട് വാങ്ങി തരാൻ. അവൻ മറന്നില്ലെങ്കിൽ കിട്ടും, അത്ര തന്നെ. ഓ, അപ്പൊ ഒന്നും മുറുക്കാനുള്ളത് ഇവിടെ ഇല്ല അല്ലേ? എന്നാ ഞാൻ പോട്ടെ. എന്റെ വീട്ടിലെ രമ്പ കുളി കഴിഞ്ഞ് വരുമ്പോ എന്നെ കണ്ടില്ലെങ്കിലേ അത് മതി. ഞാൻ പോണു ഉമ്മാരെ. അല്ലോ, കിയാമത്ത് നാൾ എടുത്തുന്നാ തോന്നണ. എന്താ ഒരു ചൂട്! എന്റെ പൊന്നുമ്മ, നിങ്ങളുടെ മോൻ വരുന്നുണ്ട്, എന്നെ കാണണ്ട. എന്താ കൗസുചോത്തി പോവാണാ? എന്റെ ഉമ്മാന്റെ ചെവി തിന്ന് കഴിഞ്ഞ? എന്റെ പൊന്നു മോനെ, ഞാൻ വെറുതെ ഉമ്മാനൊന്ന് കാണാൻ വന്നതാ. എന്തൊരു ചൂടാണ് എന്റെ ഉമ്മ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായേക്കണ്. ദേന് ഉമ്മ പറഞ്ഞ അടയ്ക്കാൻ പറ്റില്ല. ഇതെന്താ ബീരാനെ, ഇതിനൊരു ഓട്ട? ഓ, എന്റെ ഉമ്മ, ഒരു ഓട്ടയാണ് അത്ര വലിയ കാര്യം? ഉമ്മ എന്താ അത് ചവയ്ക്കാണ്ട് മുണുങ്ങാൻ പോണാ? അല്ലോ, ഈ ഉമ്മാന്റെ ഒരു കാര്യം. അല്ല ഉമ്മ, സൂറന്തിയേ? ഓള് കുളിക്കാനും നനയ്ക്കാനും പോയേക്കണ്. മണിക്കൂർ 3 ഉമ്മ, അമീറങ്ങനെ ഈ വൈക്ക് പോണ് കണ്ട? ആര്? നമ്മുടെ മൊട്ടയെ? ഓൻ കുറച്ചു മുന്നേ ഇതില് പോണ് കണ്ടല്ലോ. എന്നിട്ട് ഞാൻ കട ചെന്നപ്പോ ഓൻ അവിടെ ഇല്ലല്ല. അല്ലേലും ഓൻ വട്ടുടിയുടെ കണക്കാ. ഇവിടെന്ന് മുങ്ങിയ എവിടെയെങ്കിലും പൊങ്ങും. അല്ല, അനക്കെന്താ ഓനെ കാണേണ്ട കാര്യം? നമ്മുടെ ദേശമോക്ക് സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ട് ഇത്ര. അവള് കുറച്ച് സാധനങ്ങളെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇനി അത് അവിടെ ഉണ്ടോന്ന് അറിയണം. തന്റെയും തള്ളി അല്ലാത്തതൊക്കെ അവന്റെ കടയിലുണ്ടല്ലോ. എടി സൂറ, നീ എവിടെയായിരുന്നു? ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ തരാൻ ഒരാളീ ഇവിടെ.
ഓ, ഇങ്ങക്ക് കയ്യും കാലില്ലേ മനുഷ്യ, ഒന്നെടുത്ത് കുടിച്ചൂടെ? ആ, കേക്കടാ കേക്ക്. നീ അവൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കണുണ്ട് പെങ്കോന്ത. ഓള് പറഞ്ഞത് കേട്ടില്ലേ? അത് പിന്നെ വീട്ടില് പണി കൂടുതലുള്ളപ്പോ ഒന്ന് സഹായിച്ചു കൊടുക്കണല്ലോ എന്റെ ഉമ്മ. വാപ്പയുള്ളപ്പോ ഉമ്മക്ക് സഹായിച്ചിട്ട് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ വാപ്പയും ഈ അമ്മിക്കുട്ടിക്ക് കേറ് കിട്ടണമെങ്കിൽ പൊക്കച്ചക്കന്റെ മുന്നിൽ നിന്ന്. ഡിസൂറ, ഈ തോർത്ത് എങ്ങനെയാ കീറിയേ? അത് കുഞ്ഞപ്പം കീറിയതാ. ഓനെന്തിനാടി നിന്റെ തോർത്ത്? ഓളുടെ ഇളക്കം കണ്ടപ്പോഴേ എനിക്ക് തോന്നിക്കണു. ഒന്നും മുണ്ടാണ്ടിരി ഉമ്മ. ഓ മനുഷ്യ, തോട്ടി കുളിക്കാൻ പോയപ്പം കുഞ്ഞപ്പം കീറിയതാ. നീ കുളിക്കുന്നിടത്ത് എന്തിനാടി കുഞ്ഞപ്പം വന്നത്? ഓ എന്റെ റബ്ബേ, തോട്ടി കുളിക്കുമ്പോ സോപ്പ് തേക്കാറുണ്ട്. അപ്പൊ സോപ്പ് തോട്ടിൽ വീണു. അതെടുക്കാൻ കുഞ്ഞപ്പം കീറിയതാ തോർത്ത്. അല്ല, നസിമോളെ കണ്ടില്ലല്ല. ഓള് വരണ്ട സമയം കഴിഞ്ഞല്ല. ഉമ്മാന്റെ സ്വഭാവം തന്നെയല്ലേ മോൾക്കും. കണ്ട പട്ടിയോടും പൂച്ചയോടും വർത്താനം പറഞ്ഞിട്ടല്ലേ വരുള്ളൂ. കണ്ട മോൾക്കും ഇളകി ഉമ്മക്കും ഇളകി. എന്റെ വല്യമ്മ, ഇതൊരു ന്യൂജൻ ഡാൻസ് അല്ലേ എന്റെ പൊന്നാര മുത്തേ. പഠിക്കുന്ന കാര്യത്തില് ശ്രദ്ധ ഉണ്ടെങ്കിൽ നന്ന്. പ്രോഗ്രസ് ഒപ്പിടാൻ പറഞ്ഞിട്ട് എന്താ ഉമ്മ വരാത്ത? ഒരാഴ്ചയില്ലേ ടീച്ചർ പറയുന്നു. അവിടെ വീരാനെ അനക്ക് പൊക്കൂടെ? ഞാൻ പോയാ ശരിയാവൂല ഉമ്മ. അക്ഷരാഭ്യാസം കുറവുള്ള ബീരാനിക്ക അവിടെ പോയിട്ട് എന്താവാനാ? അതാ ഞാൻ പോകാന്ന് വിചാരിച്ചത്. ഞാൻ 10 വരെ പഠിച്ചിട്ടുണ്ടല്ല. ഇനി ഇവിടുന്ന് പണി കഴിഞ്ഞിട്ട് പോവാൻ നേരവും വേണ്ടേ? അക്ഷരം കുറച്ച് കുറവാ, പക്ഷെ അവന്റെ അഭ്യാസത്തിലല്ലടി നീ വീണു പോയത്. ഓള് കുറ്റം പറയാൻ വന്നേക്കുന്നു. മേരി ടീച്ചർ വരുന്നുണ്ടല്ലിക്ക. ടീച്ചറാ ഇരിക്കി, ടീച്ചറാ ഇരിക്കി. അല്ല, ഇവിടെ ആരും പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വന്നില്ലാലോ. നസിയുടെ വാപ്പയ്ക്ക് വരായിരുന്നില്ലേ? ഞമ്മള് വന്നാ അത് ശരിയാവൂല ടീച്ചറെ. എന്താ ശരിയാവാത്തത്? ഇക്കാക്ക് പഠിപ്പ് കുറവാ ടീച്ചറെ. അവിടെ വന്നിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും ഇക്കാക്ക് അറിഞ്ഞൂടാ. എന്താ നിങ്ങൾ ഈ പറയണത്? ഒരു കുടുംബം ഭംഗിയായി നോക്കണില്ലേ? അതിലും വലിയ യോഗ്യത എന്താ വേണ്ടത്? രക്ഷിതാക്കളുടെ പഠിപ്പും പത്രാസും ഒന്നുമല്ല നോക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസത്തില് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ, പുരോഗതി ഉണ്ടോ, അതൊക്കെ വിലയിരുത്താനാണ് രക്ഷിതാക്കളെ വിളിക്കുന്നത്. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാ. അവരുടെ മാതാപിതാക്കളുടെ ജോലിയോ യോഗ്യതയോ പണോ ഒന്നുമല്ല പ്രധാനം. കുട്ടികൾക്ക് നല്ല സംസ്കാരം, നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടോ അന്വേഷിക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയല്ലേ? അത് നമ്മൾ ഒരുമിച്ച് നിന്നാലല്ലേ സാധ്യമാകൂ, അല്ലേ ബീരാനെ? ഉമ്മാരെ, നിങ്ങക്ക് മുറുക്കാൻ കിട്ടിയാ? ദേ എന്റെ മോൻ വാങ്ങിക്കൊണ്ട് വന്നു. വേണ്ട ചോക്കിയേ, മുറുക്കാൻ എന്റെ ബീരാൻ വാങ്ങി തന്നു. അല്ല സൂറ, ഇവരുടെ മുറുക്കാൻ കേസ് നിർത്താൻ എന്താ ഒരു വഴി? അത് നിർത്താൻ നിങ്ങൾ നോക്കണ്ട മക്കളെ. ഇത് നിക്കണമെങ്കിൽ ഞങ്ങള് മയ്യത്താവണം. അത് ഇപ്പോഴൊന്നും നടക്കില്ല എന്റെ മക്കളെ. ആ പൂതി മാറ്റി വെച്ചേക്ക്. അല്ലേ കതീശുമ്മ? അല്ലാ പടച്ചോനെ കാത്തോളനെ. കദീസുമ്മയുടെ വീട്ടുവിശേഷങ്ങൾ.
തൽക്കാലം ഇവിടെ അവസാനിക്കുന്നു.